നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്നറിയാം. അവസരങ്ങൾ മുന്നിൽ കാണാം. പക്ഷേ മനസ്സ് പറയും, പിന്നെ ചെയ്യാം, നാളെ തുടങ്ങാം, കുറച്ചുകൂടി തയ്യാറായിട്ട് ചെയ്യാം. അങ്ങനെ പറയുന്ന ഓരോ നിമിഷവും നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് സമയം മാത്രമല്ല, ചിലപ്പോൾ ഒരു അവസരം കൂടിയാണ്. ചെയ്യേണ്ട കാര്യങ്ങളെ ഗൗരവമായി കാണാതിരിക്കുക, ചെറിയ കാര്യങ്ങളെ അവഗണിക്കുക, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ അശ്രദ്ധ കാണിക്കുക, ഇതെല്ലാം മടിയുടെ രൂപങ്ങളാണ്. ഒരു ജോലി നന്നായി ചെയ്യാൻ കഴിയുമായിരുന്നിട്ടും ഇത്രയും മതി എന്ന് കരുതി ഉപേക്ഷിക്കുന്നത് പോലും മടിയാണ്. ഒരു കാര്യം കുറച്ചുകാലം ചെയ്തു കഴിഞ്ഞാൽ അതിനോടുള്ള ആവേശം കുറയും. അപ്പോൾ പുതിയതൊന്ന് തുടങ്ങാൻ തോന്നും. ഒരു ബിസിനസ് ആശയത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക്, ഒരു വ്യായാമത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക്, ഒരു പദ്ധതിയിൽ നിന്ന് മറ്റൊന്നിലേക്ക്. പക്ഷെ നമ്മൾ ഉപേക്ഷിച്ച പഴയ കാര്യം ഇപ്പോഴും നന്നായി പ്രവർത്തിക്കുന്നുണ്ടാകാം. ഇവിടെയാണ് സ്വയം നിയന്ത്രണം വേണ്ടത്. മടിയെ പൂർണ്ണമായി ഇല്ലാതാക്കേണ്ടതില്ല. മടിയെ നിയന്ത്രിക്കാൻ പഠിക്കണം. ഇന്ന് ചെയ്യുന്ന ചെറിയ ക്രമീകരണം നാളത്തെ ജോലി എളുപ്പമാക്കും. അതുകൊണ്ട് ഓർക്കുക, ചെറിയ കാര്യങ്ങളിലെ അശ്രദ്ധയാണ് പലപ്പോഴും വലിയ നഷ്ടങ്ങളുടെ തുടക്കം. അവസരങ്ങൾ എപ്പോഴും നമ്മുടെ മുന്നിൽ കാത്തുനിൽക്കില്ല. ചില അവസരങ്ങൾ വരും, കുറച്ച് സമയം നിൽക്കും, പിന്നെ കടന്നുപോകും. ഒരു നല്ല ജോലി അവസരം വരാം, ഒരു ബിസിനസ് അവസരം വരാം, പുതിയത് പഠിക്കാനുള്ള അവസരം വരാം, ഒരു നല്ല ബന്ധമുണ്ടാക്കാനുള്ള അവസരം വരാം. പക്ഷെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും, കുറച്ചു കഴിഞ്ഞ് ചെയ്യാം. അങ്ങനെ കാത്തിരിക്കുമ്പോൾ അവസരം മറ്റൊരാളുടെ കയ്യിലെത്തിയേക്കാം. നമ്മൾ പലപ്പോഴും ശരിയായ സമയത്തിനായി കാത്തിരിക്കും. കുറച്ചുകൂടി പണമുണ്ടായിട്ട് തുടങ്ങാം, കുറച്ചുകൂടി അറിവ് നേടിയിട്ട് തുടങ്ങാം, സാഹചര്യം കുറച്ചുകൂടി മെച്ചപ്പെട്ടിട്ട് തുടങ്ങാം. പക്ഷെ സത്യത്തിൽ എല്ലാം പൂർണ്ണമാകുന്ന ഒരു സമയം പലപ്പോഴും വരില്ല. നിങ്ങൾ എവിടെയാണോ അവിടെ നിന്ന് തുടങ്ങുക. കയ്യിലുള്ളത് ഉപയോഗിച്ച് തുടങ്ങുക. നിങ്ങൾ തുടങ്ങുമ്പോഴാണ് അടുത്ത വഴി തെളിയുന്നത്. ചെറിയ തുടക്കങ്ങളാണ് പലപ്പോഴും വലിയ മാറ്റങ്ങളുടെ ആദ്യപടി.